ലാർജാണല്ലോ, വളരെ സ്റ്റിഫാണ്. വെള്ളം ഒഴിച്ചില്ല അല്ലേ? വെള്ളം ഒഴിച്ചതാ, ചേട്ടൻ കഴിച്ചാട്ടെ. വെള്ളം ഒഴിച്ചതാണല്ലോ, കുടിക്കാമല്ലോ. എന്നെ പിടിക്കൊന്നും വേണ്ട. ബ്രാൻഡി ഞാനാ കുടിച്ചത്, എന്നെ ബ്രാൻഡി കുടിച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് പോകും. ഞാൻ മോളെ, നിനക്ക് ദീർഘ സുമംഗലി പോവാ. സുമംഗലി പോവാ, സുമംഗലി പോവാ, സുമംഗലി ഓരോ നാശങ്ങൾ വന്ന് കയറും. എന്ത് ചെയ്യും? ഇന്നിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളെ ആവട്ടെ. അപ്പോ അതുവരെ കിട്ടേ ആ കുളൂരിലെങ്ങനെ വെച്ച് പൂട്ടാം. എനിക്ക് മാപ്പ് തരണം. ഓ സാരമില്ല, തെറ്റ് ചെയ്തത് ഞാനാണ്. എല്ലാം മറക്കാനുള്ള മനക്കരുത്ത് എനിക്കില്ലാതായി. ടേക്ക് ഇറ്റ് ഈസി. നമുക്ക് പുതിയൊരു ജീവൻ തുടങ്ങാം. എന്തായാലും മോളെ, എന്ത് പറ്റി മോളെ? ഇക്കാനോട് പറ. എന്താണെന്ന് പറയേ. ഒരു ദിവസം ഞാൻ ബഷീറിന്റെ വീട്ടിൽ പോയിരുന്നു. അന്ന് നിക്കാഹ് നടത്തുന്ന കാര്യത്തില് നമുക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷേല് നമ്മൾ പറഞ്ഞ പണം വേണം. ഞാൻ പണം ഉണ്ടാക്കി തരാം, പക്ഷേ അതിനിച്ചിരി താമസം വരുമെന്ന് മാത്രം. പിന്നെ മതി നിക്കാഹ്. പെണ്ണിന് പെരുത്ത വയസ്സൊന്നും ആയില്ലല്ലോ. അത് പിന്നേക്ക് വെക്കാൻ പറ്റാത്ത നിലയിലാണ്. പറയണേ, അവൻ ചതിച്ചെന്ന് വെച്ച് നമ്മളാണ് കൊല്ലണ. ഈ ഒരു കാര്യം ചെയ്യും, ഇമ്മണി വിഷം വാങ്ങി ഇത് കാണാണ്ട് മയ്യത്തെടുക്കട്ടെ. ഞാൻ അവളെ കുറെ ലാളിച്ച്. ഉമ്മാക്ക് ഒരു വലിയ തോന്നലുണ്ട്, അവൾക്ക് കുഞ്ഞ് വേണ്ട. ദൈവം സഹായിച്ചെല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഇത്രയും കഴിഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയിക്ക്. എടോ കാക്ക, എന്താ പെങ്ങടെ പ്രശ്നമൊക്കെ പരിഹരിച്ചോ? വയറ്റാറ്റ് നാണിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് പ്രസവം എടുക്കാൻ, പെണ്ണിനെയും കൂട്ടി നാണിയുടെ വീട്ടിലേക്ക് ചെന്നാൽ നാണക്കേടാ. എനിക്കല്ല, നിങ്ങൾക്ക്. എന്റെ പെങ്ങള് പേടിക്കട്ടെ, ഇത് മറ്റാരും അറിയില്ല.
പക്ഷേ ഇതിന് അല്പസ്വല്പം ചെലവുകളൊക്കെ ഉണ്ട്. മനസ്സിലായില്ലായിരിക്കും. ഈ സംഭവം മറ്റാരും അറിയാതിരിക്കണമെങ്കിൽ, അല്ല, ഞാൻ ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് കരുതിക്കോ. ഞാൻ പാവപ്പെട്ടവനായിരുന്നിട്ടും അവന്റെ ഭീഷണിക്ക് വഴങ്ങി പണം കൊടുത്തുകൊണ്ടേയിരുന്നു. എന്റെ എല്ലാമായിരുന്ന പെങ്ങളുടെ ഭാവി നശിക്കരുന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. എന്നിട്ടും ഒരു ദിവസം നിന്റെ കഴിഞ്ഞകാല ജാതകമെല്ലാം അറിയുന്നവനാ ഞാൻ. അല്ല, ഞാനിത് ആരോടും പറയില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാനും ചെറുപ്പമാണ്. എന്നെ കൂടി ഒന്ന് പരിഗണിച്ചാൽ മതി. പറയരുത്. ആ, നീ പേടിക്കണ്ട. ഒരിക്കൽ കൂടി ആ നാണിയുടെ വീട്ടിൽ പോകേണ്ട ആവശ്യം ഞാൻ ഉണ്ടാക്കില്ല. എന്താ പോരെ? അങ്ങനെ അങ്ങ് ഓടിയാ എന്ത് പറ്റി മോളെ? നമ്മൾ തമ്മിലുള്ള ഇടപാട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഇനി അതങ്ങ് മൊത്തമായി തീർക്കാം. കുറെ വൈകിട്ടാണെങ്കിലും ബുദ്ധി വന്നു നന്നായി. ആട്ടെ, ഞാൻ എന്ത് വേണം? ഇവിടെ വെച്ച് അതിനുള്ള സൗകര്യമില്ല. അതിനെന്താ? വരൂ. വരൂ.